الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واحفظ لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا ربكم أعلم بما في نفوسكم إن تكونوا صالحين فإنه كان للأوابين غفورا ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കുടുംബവും ആ കുടുംബത്തിൻ്റെ കേന്ദ്രമായ നമ്മുടെ വീടും നമുക്ക് ജീവിതത്തിൽ സമാധാനമുണ്ടായിരിക്കുവാൻ വേണ്ടി നമ്മുടെ സൃഷ്ടാവ് നിശ്ചയിച്ചു തന്ന മനോഹരമായ ചില സംവിധാനങ്ങളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. പക്ഷേ ഈ കുടുംബവും വീടുമൊക്കെ വിചാരിച്ചതിലും വലുതായിട്ട് നമ്മളിൽ പലർക്കും ഉണ്ടെങ്കിലും അതിൽ നിന്ന് ലഭിക്കേണ്ട സമാധാനങ്ങൾ പലർക്കും കിട്ടാതെ വരുന്നുണ്ട് എന്നതാണ് അതിൻ്റെ കാരണത്തെപ്പറ്റി അന്വേഷിക്കുവാൻ നമ്മളെ പ്രേരിപ്പിച്ചത്. നമ്മൾ എത്തി നിൽക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൃഷ്ടിയായ മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ചും ആ ജീവിതത്തിൽ കിട്ടേണ്ട സമാധാനത്തെക്കുറിച്ചും കൃത്യമായി അറിവുള്ളവനാണ്. ആ സമാധാനം കിട്ടുവാൻ അള്ളാഹു നിശ്ചയിച്ചു തന്ന മാർഗങ്ങളെ അവലംബിക്കൽ തന്നെയാണ് അതിൻ്റെ ഏറ്റവും മനോഹരമായ മാർഗമെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും സമാധാനം തേടി ചില കൃത്രിമമായ മാർഗങ്ങളിലേക്ക് നമ്മൾ ചെന്ന് ചേരാറുണ്ട്. ചിലപ്പോൾ അത് കുടുംബത്തെ ഉപേക്ഷിച്ച ഒറ്റപ്പെട്ട ജീവിതമാവാം, വേറെ ചിലപ്പോൾ ലഹരിയുടെ മായിക ലോകത്തിലേക്കുള്ള യാത്രയാവാം, മറ്റു ചിലപ്പോൾ നിരോധിക്കപ്പെട്ട പ്രവർത്തനങ്ങളിലൂടെ അവിഹിതമായ ജീവിത വഴികളാവാം. ഇങ്ങനെ പല ജാതി വഴികൾ സമാധാനം തേടിപ്പോകുന്ന മനുഷ്യരുടെ മുമ്പിൽ വരാറുണ്ട്. ഇതൊന്നും മനുഷ്യർക്ക് ശാശ്വതമായ സമാധാനം നൽകുകയില്ല എന്നും കൂടുതൽ കൂടുതൽ മനോവ്യഥകളിലേക്കും കൂടുതൽ കൂടുതൽ പ്രയാസങ്ങളിലേക്കും മനുഷ്യനെ എത്തിക്കാൻ മാത്രമേ ഈ വഴിവിട്ട പ്രവർത്തനങ്ങൾക്കാവുകയുള്ളൂ എന്നും നമ്മളൊക്കെ അനുഭവങ്ങളിലൂടെ നമ്മുടെ ചുറ്റുപാടുകളിലൂടെ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ നിയമങ്ങളിലേക്ക് തിരിച്ചു പോവുക എന്നതാണ് ഒരു മനുഷ്യൻ്റെ ജീവിത വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ സംസാരിച്ചത് മനുഷ്യൻ്റെ ജീവിത വിജയത്തിനും ജീവിത സമാധാനത്തിനും അള്ളാഹു നിശ്ചയിച്ച കുടുംബ സംവിധാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേജിനെ കുറിച്ചാണ്. അഥവാ ഒരു കുടുംബത്തിലെ മാതാപിതാക്കൾക്ക്
ആ കുടുംബത്തിൽ നിന്ന് ലഭിച്ചിരിക്കേണ്ട അവകാശങ്ങളെക്കുറിച്ചും ആദരവിനെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ സംസാരിച്ചു വന്നത്. ഈ വിഷയം സംസാരിച്ചപ്പോൾ ഗൗരവത്തോടു കൂടി നമ്മളൊരു കാര്യം മനസ്സിലാക്കി. മാതാപിതാക്കളോട് നമ്മൾ കാണിക്കുന്ന കടമകളും കടപ്പാടുകളും ഒന്നും അത് നമ്മുടെ ഔദാര്യമായിട്ട് കാണണ്ട. വിശുദ്ധമായ മക്കയിലേക്ക് ഹജ്ജിന് വേണ്ടി വന്ന ഒരാൾ തീരെ നടക്കാൻ കഴിയാത്ത തൻ്റെ മാതാപിതാക്കളിൽ ഒരാളെ ചുമലിലേറ്റിക്കൊണ്ട് അയാൾ തൻ്റെ തവാഫും സഅയും ഒക്കെ പൂർത്തിയാക്കിയപ്പോൾ അയാൾക്ക് തന്നെ തോന്നി, ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഭയങ്കരമായിട്ട് എന്തോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അയാൾക്ക് കിട്ടിയ മറുപടി എന്താ അറിയോ? നിന്റെ മാതാവോ പിതാവോ നിനക്ക് വേണ്ടി അനുഭവിച്ച ഒരു ത്യാഗത്തിന്റെ പകരം പോലും ആയിട്ടില്ല നിന്റെ ഈ പ്രയാസമെന്ന് അദ്ദേഹത്തെ തിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി എത്ര ചെയ്താലും അത് നമ്മുടെ ഔദാര്യമല്ല, മറിച്ച് അത് നമ്മുടെ മേൽ നിശ്ചയിക്കപ്പെട്ട കടമയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചിലർക്കൊക്കെ തോന്നാറുണ്ട്, എൻ്റെ മാതാപിതാക്കള് അത്രത്തോളൊന്നും എനിക്ക് വേണ്ടി ചെയ്തിട്ടില്ല. പല മാതാപിതാക്കളും മക്കൾക്ക് വേണ്ടി ഏറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്, പക്ഷെ എൻ്റെ മാതാപിതാക്കളൊന്നും അങ്ങനെയൊന്നും കഷ്ടപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ അവരോട് അങ്ങനെയൊന്നും അധികമായി ചെയ്യേണ്ടതില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ചിലരൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർക്ക് അവരുടേതായ ന്യായങ്ങളുണ്ട്. ചെറുപ്പത്തിലെ വാപ്പട്ട് പോയതാണ്, ഉമ്മ വേറൊരാളെ കൂടെ പോയതാണ്, നോക്കിയിട്ടില്ല, തിരിഞ്ഞു നോക്കിയിട്ടില്ല, ചെലവിന് നിന്നിട്ടില്ല, കഷ്ടപ്പെട്ടാണ് വളർന്നത്, പിന്നെന്തിനാ നമ്മളാ വാപ്പാനും മാനും നോക്കുന്നത് എന്നൊക്കെ ചില ആളുകൾ ചോദിക്കാറുണ്ട്. സത്യത്തിൽ ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ലേ എന്ന് അന്വേഷിച്ച് പകരം കൊടുക്കേണ്ട ഒരു സംഗതിയല്ല. അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു തആല കർശനമായ നിയമത്തിന്റെ അകമ്പടിയോട് കൂടി തന്നെ ആ ഒരു കൽപ്പന നമ്മളോട് കൽപ്പിച്ചത്. അത് നമ്മൾ മനസ്സിലാക്കണം. ചിലരൊക്കെ ആ വിഷയത്തിൽ സംസാരിച്ചേ. അപ്പൊ അവര് പറയുന്നത് എന്താണ്? ചെറുപ്പത്തിലെ ജനിക്കും മുമ്പേ ഇട്ടുപോയ വാപ്പ മൂപ്പരെവിടെയോ സുഖമായിട്ട് ജീവിച്ച് ഇപ്പൊ സുഖമൊക്കെ കഴിഞ്ഞപ്പോ തിരിച്ച് നമ്മളടുത്തേക്ക് വന്നതാണ്, നോക്കേണ്ട ചുമതല ഉണ്ടോ എന്നൊക്കെ ചില മക്കള് ആത്മാർത്ഥമായിട്ട് തന്നെ ചോദിക്കുന്നുണ്ട്. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു തആല ഖുർആനിൽ കൃത്യമായി പറഞ്ഞൊരു കാര്യം എന്താ അറിയോ? അല്ലാഹുവും റസൂലും ഒരു കാര്യം നിങ്ങളോട് കൽപ്പിച്ചാൽ ആ കാര്യത്തിൽ നമുക്കൊരു സെലക്ഷൻ അധികാരമില്ല. എങ്ങനെ? ആ കാര്യത്തിൽ നമ്മൾ ആലോചിച്ച് നമ്മുടേതായ ഒരു തീരുമാനമെടുക്കാൻ നമുക്ക് അധികാരമില്ല. അത് അല്ലാഹുവും റസൂലും കൽപ്പിച്ചത് എന്താണോ അത് അങ്ങനെ തന്നെ ചെയ്യാം. അത് നമ്മൾ കൂടുതൽ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് അള്ളാഹിന്റെ കൂടുതൽ കൂലി പ്രതീക്ഷിക്കാം. നമുക്ക് ഇങ്ങോട്ട് കിട്ടിയത് നന്ദികേടാണെങ്കിലും നമ്മൾ അങ്ങോട്ട് നന്ദി കാണിക്കുമ്പോൾ നമുക്ക് കൂടുതൽ കൂലി പ്രതീക്ഷിക്കാം. ഒന്നും വെറുതെ ആവൂല. ഒരു ഇത്തിരി ചെയ്തിട്ടുണ്ടോ അതിന് പകരം കിട്ടുന്ന ചെയ്യും. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അത് നമ്മുടെ ഒരു ദയയായിട്ടോ നമ്മുടെ ഒരു ഔദാര്യമായിട്ടോ ഒരാളും കാണരുത്. ഞാൻ ഉംറക്കൊണ്ടയിലെ ഉംറക്കൊണ്ടയിലൊക്കെ 25 വട്ടം ആവർത്തിച്ച് പറയുന്ന ആൾക്കാരുണ്ടാവും. എന്ത് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റണോ അത് ചെയ്തു കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ് എന്നതാണ് ഖുർആനിന്റെ കൽപ്പനകൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഞാൻ ആമുഖമായിട്ട് പറയാം, നമുക്ക് അവരിൽ നിന്ന് എന്ത് കിട്ടിയോ അതനുസരിച്ച് അങ്ങോട്ട് കൊടുത്താൽ പോരാ. അവരുടെ കാര്യത്തിൽ, മാതാപിതാക്കളുടെ കാര്യത്തിൽ അള്ളാഹുവിന്റെ കൽപ്പന വളരെ കൃത്യമായതുകൊണ്ടും കർശനമായതുകൊണ്ടും അത് അങ്ങനെ തന്നെ പാലിക്കേണ്ടതുണ്ട്. അതിൽ യാതൊരു തര ആലംഭാവത്തിനോ യാതൊരു തരം മാറ്റത്തിനോ ഒരു പ്രസക്തിയില്ല എന്നുകൂടി മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, അല്ലാഹു സുബ്ഹാനഹു തആല മാതാപിതാക്കളോട് എങ്ങനെയാണ് ഇഹ്സാനോടുകൂടി ഏറ്റവും നല്ല നന്മയോടുകൂടി പ്രവർത്തിക്കണം എന്ന് പഠിപ്പിച്ചതിന് ശേഷം അല്ലാഹു തആല നമ്മളോട് പറയുന്ന ഒന്നാമത്തെ കൽപ്പന എന്താ? അതാണ് ശ്രദ്ധയോടെ കേൾക്കേണ്ടത്. മാതാപിതാക്കൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനയായി അല്ലാഹു തആല പറയുന്നത്, ഇമ്മാ യബ്ലു അന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ. ആ മാതാപിതാക്കൾ രണ്ടുപേരും വാർദ്ധക്യാവസ്ഥയിൽ എത്തിയ രൂപത്തിൽ, വൃദ്ധന്മാരാകുമെന്ന് നിങ്ങൾക്കറിയാലോ. വാർദ്ധക്യം എന്ന് പറഞ്ഞാൽ ശരീരം ക്ഷീണിക്കും, മനസ്സ് ക്ഷീണിക്കും, ചിന്തകൾ ക്ഷീണിക്കും, ആഗ്രഹങ്ങൾ ക്ഷീണിക്കും, ക്ഷമ ക്ഷീണിക്കും, ഒക്കെ ക്ഷീണിക്കുന്ന കാല വാർദ്ധക്യം.
അതൊക്കെ മനുഷ്യർക്ക് മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിൽ വലിയ പ്രയാസമുണ്ടാക്കുന്ന സംഗതികളാണ്. അങ്ങനത്തെ ഒരവസ്ഥയിൽ നിന്റെ മാതാപിതാക്കളിൽ ഒരാൾ അല്ലെങ്കിൽ രണ്ടാളും നിന്റെ അടുത്തെത്തിയാൽ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, ഏറെ ശ്രദ്ധിക്കേണ്ട അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തഖുൽ, നീ പറയരുത്, ലഹുമാ, അവരോട്, രണ്ടാളോടും. ആര്? വാർദ്ധക്യാവസ്ഥയിലെത്തിയ, ഒരുപക്ഷെ നമ്മളെ ദേഷ്യം പിടിപ്പിക്കുന്ന സ്വഭാവം, എത്ര പറഞ്ഞാലും കേൾക്കാത്ത കുട്ടികളെക്കാൾ കഷ്ടമുള്ള പെരുമാറ്റം, അങ്ങനെയൊക്കെ അവർക്ക് ഉണ്ടാവാം. അതൊക്കെ ഉണ്ടാവുമെന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് റബ്ബ് പറഞ്ഞത് ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, നീ അവരോട് ഉഫ്ഫിൻ എന്ന് പറയാൻ പാടില്ല എന്നാണ്. ഉഫ്ഫിൻ എന്ന വാക്കിന്റെ അർത്ഥം നമ്മുടെ വെറുപ്പ് മറ്റൊരാളെ അറിയിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും ലളിതമായ പദമാണത്. നമ്മൾ മലയാളത്തിലാണെങ്കിൽ ഷേ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്, അല്ലെങ്കിൽ ഛേ എന്തിനാ ഇപ്പൊ അങ്ങോട്ട് പോയത് എന്നൊക്കെ നമ്മൾ നമ്മുടെ വെറുപ്പ് അറിയിക്കാൻ അകമ്പടി എന്നോണം അർത്ഥമില്ലാത്ത ചില പദങ്ങൾ ഉപയോഗിക്കാറില്ലേ? ഒരു ശബ്ദം, ഒന്നുകിൽ ഒച്ച, അല്ലെങ്കിൽ ഒരു വേറെന്തെങ്കിലും രൂപത്തിലുള്ള ഒരു ശബ്ദം. അത്തരം ശബ്ദത്തിനാണ് അറബിയിൽ ഉഫ്ഫിൻ എന്ന് പറയുന്നത്. അപ്പൊ നിന്റെ മാതാപിതാക്കളോട് അങ്ങനത്തെ ഒരു ശബ്ദം പോലും, നോക്കി, വയസ്സായ മനുഷ്യന്റെ അവസ്ഥകൾ എന്താ നമുക്കറിയാം. നമ്മൾ ചിലപ്പോൾ പറയാറില്ല എന്താണ് കാട്ടുക, ബാപ്പ വേണ്ടാന്ന് പറഞ്ഞാൽ അതെന്നെ ചെയ്യുള്ളൂ. ചിലപ്പോൾ കിടക്കയിൽ മൂത്രൊഴിക്കും, ചിലപ്പോൾ കിടക്കയിൽ തുപ്പി വെക്കും, ചിലപ്പോൾ കഴിക്കുന്ന ഭക്ഷണം ചിന്തും. അങ്ങനെ ഒരു കൊച്ചുകുട്ടി പോലും പ്രവർത്തിക്കാത്ത രൂപത്തിലേക്ക് മാനസികാവസ്ഥ മാറിയിട്ട് അവർ പ്രവർത്തിക്കും. അത് പടച്ചോനും അറിയാം. പിന്നെ എന്ത് നമ്മളെ ഏൽപ്പിച്ചറിയോ? ഇത് നമ്മളെ വാപ്പാന്റെയും ഉമ്മാന്റെയും മാത്രം പ്രത്യേകതയല്ല. നാളെ നമ്മളും അങ്ങനത്തെ അവസ്ഥയിലെത്തും. ഭക്ഷണം കഴിച്ചപ്പോ അടിച്ചിരിച്ച്, പ്രായരുമ്മേണേ, ഭക്ഷണം കഴിച്ചപ്പോ ചിരിച്ചേക്ക് വായിൽ കൊടുത്ത കഞ്ഞി മുഴുവനും പൂ പറഞ്ഞാണ് ചുമരുമ കൂടെ. അല്ല, മകൻ നല്ല സ്നേഹമുള്ള മകനാ. ഓരോ നേരവും ആ ഉമ്മാക്ക് ഭക്ഷണം കൃത്യമായിട്ട് കൊടുക്കാൻ വേണ്ടി തന്റെ കടയിൽ നിന്ന് കിലോമീറ്റർ വീട്ടിലേക്ക് ഓടിയെത്തുന്ന മകനാ. ഇത് തെറിപ്പിച്ചപ്പോള് ആ കൈ കൊണ്ട് കവളത്തരടി, ഉറക്കൊന്നല്ല, പതുക്കരടി. എന്നാലും ഉമ്മാക്ക് വേദനിച്ചേക്കും. ആ കവള് പൊത്തിപ്പിടിച്ചിട്ട് കണ്ണിന്ന് കണ്ണീരിങ്ങനെ വരുന്നൊരു രംഗുണ്ട്. ആ മകൻ കരഞ്ഞുപോയി. ഉമ്മാനെ കെട്ടിപ്പിടിച്ച് കവളത്ത് ഉമ്മ വെച്ച് ഉമ്മാക്ക് വേദനിച്ചോ? ആ മകൻ ആകെ പ്രയാസത്തിലായി. ഞാൻ പറഞ്ഞെന്താ അറിയോ? ഇത് ആമ്മാന്റെയും ബാപ്പാന്റെയും മാത്രം അവസ്ഥ അല്ലേ? നാളെ കറങ്ങിത്തിരിഞ്ഞ് നമ്മളെ ജീവിതത്തിലേക്ക് ഇത് വരും. നമ്മളിങ്ങനെ പറന്നു കിടക്കുന്ന നമ്മളെ കണ്ടല്ലോ, ഒരു ദിവസം രാത്രി കിടന്ന് പിറ്റേന്ന് എണീക്കുമ്പോ കാലും കെട്ട് പൊന്നണില്ല, ചുണ്ടും കെട്ട് കോടിക്കണ്, കോട്ടുകൂടെ ഇങ്ങനെ കുറുകിയ വെള്ളം ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. കഴിഞ്ഞില്ലേ? കഴിഞ്ഞ് ആരായാലും എന്തായാലും പിന്നെ താങ്ങിപ്പിടിച്ച് ഒക്കെ അങ്ങനെ ചെയ്യണം അല്ലേ? അപ്പോ നമ്മൾക്ക് ഇതുപോലത്തെ ഒരവസ്ഥ വരും. അത് മനുഷ്യന്റെ പൊതു സ്വഭാവം. അതുകൊണ്ടാണ് ലോകത്ത് അത്തരം മനുഷ്യന്മാരെ നോക്കാൻ ആളില്ലാതെ വന്നാലേ മനുഷ്യന്റെ ജന്മം ലോകത്തിലെ ഏറ്റവും ദുരിതപൂർണമായ ജന്മമായി തീരും. എന്തുകൊണ്ടാ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ദയാവധം നിയമപരമാക്കി മാറ്റാൻ അവർ ശ്രമിക്കുന്നത്? എന്താ ദയാവധം? ഒരു മനുഷ്യൻ സ്വയം ആവശ്യപ്പെടുക എന്നെ കൊല്ലണം എന്ന് ഡോക്ടർമാരോട്, എന്നിട്ട് മരുന്ന് കുത്തിവെച്ച് നിയമത്തിന്റെ പിൻബലത്തോടെ അയാളെ കൊന്നുകളയാം. അങ്ങനത്തെ അവസ്ഥ മനുഷ്യന്റെ കാര്യത്തിൽ ഉണ്ടാവണമെന്ന് യൂറോപ്പിലെ ഭരണകൂടങ്ങളും രാജ്യങ്ങളും മനുഷ്യാവകാശ സംഘടനകളും ഒക്കെ ആവശ്യപ്പെടാൻ കാരണം എന്താ പറയുക? മനുഷ്യന്മാരെ നിസ്സഹായാവസ്ഥ, നോക്കാനും പറയാനും ആളില്ലാതെ തെരുവോരങ്ങളിൽ വീണ് കിടക്കുക. ഇന്നലെ അവർ കോടീശ്വരന്മാരായിരുന്നു, ഇന്നവരൊന്നുമല്ല. അങ്ങനത്തെ ഒരവസ്ഥ ഒരു മനുഷ്യനും വരാതിരിക്കാനാണ് അല്ലാഹു തആല ഈ നിയമം ഇത്ര കർശനമായിട്ട് മനുഷ്യരോട് കൽപ്പിച്ച്. കർശനമായിട്ട് തന്നെ ആ പദങ്ങളൊക്കെ എന്തോ ഒരു കനമുള്ള പദാരങ്ങൾ. ഒരു സെലക്ഷനും ഒരു മാറ്റിവെക്കലിനും ഒരു നിർവാഹം. ഉമ്മപ്പൻ എന്നോട് മിണ്ടണില്ലല്ലോ, ഉമ്മ എന്നോട് മിണ്ടാതെ അവന്റെ കാരണോലൊപ്പം എനിക്ക് കുറെ കാലം ഇവരെന്തിനാ ഞാൻ നോക്കണേ? അങ്ങനെയൊന്നും ഒരു ന്യായീകരണത്തിന് ഒരു പഴുതുമില്ല. ബാപ്പയാണോ ഉമ്മയാണോ നോക്കിയിരിക്കണം. അതിലെന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത് കടുത്ത കുറ്റം. എന്താ പറയുക? ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും ദുരിതപൂർണമായ കാലമാണ് വാർദ്ധക്യം. പൈസ ഉണ്ടായിക്കോട്ടെ,
പതിവുണ്ടായിക്കോട്ടെ, ആരൊക്കെ ഉണ്ടായിക്കോട്ടെ, വാർദ്ധക്യം ശരിക്കും പിടിച്ചാൽ ഇപ്പം ഇരിക്കണം നമ്മളൊക്കെ തന്നെ അല്ലേ. നമ്മളെ മുറ്റത്തൊരാൾ മൂത്രമൊഴിക്കണ നമുക്ക് ഇഷ്ടമല്ല, പക്ഷെ നാളെ നമ്മൾ കിടക്കുന്നിടത്ത് മൂത്രമൊഴിക്കുന്ന ഒരു അവസ്ഥ വന്നാൽ അത് അറപ്പോടെ നോക്കുന്ന ഒരു മകനും മകളുമാണ് നമ്മുടെ വീട്ടിലെങ്കിൽ എന്താ അവസ്ഥ? 10-75 വയസ്സുള്ള ഈ നട്ടെല്ലിന് ക്യാൻസർ ബാധിച്ച് തളർന്നു കിടക്കുന്ന ഒരു സ്ത്രീയെ കണ്ടപ്പോൾ അവരിങ്ങനെ ഓരോ പ്രാവശ്യം കരയുന്ന. അവ എപ്പോഴാണ് കരയുന്നത് എന്നുള്ളത് അവരെ നോക്കുന്ന ആൾക്കാർ വീടൊന്നുമില്ല, വീട്ടിൽ നിന്ന് ഒഴിവാക്കിയ സ്ത്രീയാണ്. അപ്പോ കരയുന്നത് എപ്പോഴാന്ന് അവരെ ശുശ്രൂഷിക്കുന്ന ചില വളണ്ടിയർമാരുണ്ട്, അവർക്കറിയാം. അവന്തറിയോ, ആ സ്ത്രീക്ക് വയറ്റിന്ന് പോകാനാവുമ്പോൾ അത് കരയും. അപ്പൊ ഈ വയറ്റിന്ന് പോകാനാവുമ്പോൾ കരയുടെ എന്തിനാ നിങ്ങള്? വയറ്റിന്ന് പോണതിന്റെ പ്രയാസമൊന്നുമല്ല, അതങ്ങനെ പോകുന്നുണ്ട്, കുഴപ്പമില്ലാതെ. കരയാനുള്ള കാരണം ആ സ്ത്രീ പറഞ്ഞിട്ടുണ്ട്. അതായത് തൻ്റെ ജീവിതകാലത്ത് പ്രായപൂർത്തിയായ കാലം മുതൽ ഒരു മുടിയിഴ പോലും ഒരന്യ പുരുഷനെ കാണിക്കാതെ അത്രയും ശ്രദ്ധയോടുകൂടി ജീവിച്ചൊരു ഉമ്മേത് ഇപ്പോ വയറ്റിന്ന് പോയാലേ കാലകറ്റി വെച്ച് അത് കഴുകാൻ വേണ്ടി വരുന്നതേ തൊട്ടടുത്ത കോളേജിലുള്ള പാലിയേറ്റീവിന്റെ വളണ്ടിയർമാരാണെന്ന്. അതിൽ ആണും ഉണ്ടാവും പെണ്ണും ഉണ്ടാവും. ഒരു മുടിയിഴ പോലും ഒരാളെ കാണിച്ചു കൊടുക്കാൻ മടിച്ച ഒരു ഉമ്മ തൻ്റെ ശരീരത്തിൽ ഒരാളും ഒരിക്കലും കാണരുതെന്ന് ആഗ്രഹിച്ച ശരീരഭാഗങ്ങള് മറ്റൊരാൾക്ക് മുമ്പിൽ വെളിപ്പെടുത്തുമ്പോൾ ഒരിത്തിരി ബോധം ആ അമ്മാന്റെ മനസ്സിലുണ്ടെങ്കിൽ ആ അമ്മ അനുഭവിക്കുന്ന വേദന എത്ര നിങ്ങൾക്കറിയും? അതറിയണമെങ്കിൽ നാളെ നമ്മളവിടെ എത്തണം. അതുകൊണ്ട് ആ പടച്ചോനെ വിട്ടുവീഴ്ചയില്ലാതെ നിയമം പഠിപ്പിച്ച്. അതുകൊണ്ട് തന്നെ ഓക്ക് നോക്കിക്കൂടെ, അവിടെ ഓർക്കൊഴിവില്ല, ഇതിനൊന്നും, ഇത്തരം വാക്കുകൾക്കൊന്നും ഒരു പ്രസക്തിയും കൂട്ടരെ ഈ വിഷയത്തിൽ ഇല്ല. അങ്ങനെ റബ്ബ് പറഞ്ഞേ. അള്ളി റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അതിലൊരു ഖിയറത്തില്ല. എന്താ ഖിയറത്ത്? അത് പിന്നെ നമ്മൾ ആലോചിച്ചിട്ട് അത് അങ്ങനെയല്ലേ, ഓടെ തറവാട്ടിൽ ഓനല്ലേ ഒഴിവില്ലത്, ഓനല്ല നോക്കേണ്ടത്. അതൊക്കെ നമ്മളെ ന്യായീകരണങ്ങളാണ്. നമ്മളെ സംബന്ധിച്ച് ബാപ്പയാണോ നമ്മളെ ബാപ്പയാണോ, ഉമ്മയാണോ നമ്മളെ അമ്മയാണോ നോക്കിയിരിക്കണം. അത് വേറൊരാൾ നോക്കാണ്ടെങ്കിൽ അൽഹംദുലില്ലാ, ഇല്ലെങ്കിൽ അത് നമ്മുടെ ചുമതല തന്നെയാണ്. ശ്രദ്ധിക്കണം, കിട്ടുന്നുണ്ടോ. ഇത് ഞാൻ ആമുഖമായിട്ട് പറയാൻ കാരണം ചിലരെങ്കിലും പറഞ്ഞേ അത് നമ്മളെ നോക്കിയിട്ടുള്ള ഉസ്താദ്, പിന്നെ എന്തിനാ നമ്മൾ നോക്കണേ? നമ്മളെ നോക്കിയോ ഇല്ലെന്നല്ല, ലോകത്ത് മനുഷ്യൻ കഷ്ടപ്പെടാതിരിക്കാൻ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിശ്ചയിച്ച സംവിധാനാണ് വയസ്സായ മനുഷ്യന്മാര്. അവർ മാതാപിതാക്കളാണെങ്കിൽ, അവരുടെ മക്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ മാതാപിതാക്കൾ ഈ ലോകത്ത് വേദനയുടെ, അവശതയുടെ ഒരു നേരിയ കണിക പോലും അനുഭവിക്കാൻ പാടില്ല. അതുകൊണ്ടാ പറഞ്ഞ് വലാ തഖുല്ലഹുമാ ഉഫിൻ, വെറുപ്പോട് കൂടി സംസാരിക്കരുത് അല്ലേ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മകൻ ഉമ്മ നല്ല സ്നേഹമുള്ള മകനാ, പക്ഷെ പെട്ടെന്ന് ഇങ്ങോട്ട് ഉമ്മാന്റെ പെരുമാറ്റം കണ്ടപ്പോഴേ ഇങ്ങോട്ട് ദേഷ്യം വന്നതാണ് അല്ലേ. ഇപ്പൊ രാത്രി ഒരു ബാപ്പിയും ഉമ്മയും വയസ്സായി കിടക്കുന്ന വീട്ടിൽ മോൻ പറയാ ഒരു പോളെ കണ്ണടക്കാനായിക്കൂല. ഉമ്മാക്ക് മൂത്രമൊഴിക്കണം, ഉമ്മാനെ മൂത്രമൊഴിപ്പിച്ച് വരുമ്പോത്തിന് ബാപ്പാനെ മൂത്രമൊഴിപ്പിക്കണം, അത് കിടക്കുമ്പോത്തിന് ഉമ്മ. ഞാൻ പറഞ്ഞ് സ്വർഗാണ്, താക്കോലാണ്, കളയണ്ട, അവിടെ പോയിക്കോട്ടെ അല്ലേ. നാളെ നമ്മളെന്താവുമെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് നല്ല ക്ഷമ. ഈ മാതാപിതാക്കളെ നോക്കണാക്കെ ഇസ്ലാം കൊടുത്ത കൂലി എന്ന് പറയുന്നത് രക്തസാക്ഷി. അള്ളാന്റെ ദീനിന് വേണ്ടി ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ ശത്രുവിന്റെ വാളിന് കീഴിൽ യുദ്ധം ചെയ്ത് ആ ശത്രുവിന്റെ മർദ്ദനമേറ്റ് അള്ളാന്റെ ദീനിനു വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കച്ചൊല്ലി ചങ്കിൽ നിന്ന് തെറിച്ചു വീഴുന്ന ചോരയോടെ മരിക്കുന്ന ഒരു ഷഹീദ് ഉണ്ടല്ലോ, അതിന്റെ മേലെ, അതിന്റെ താഴെയല്ല, അതിന്റെ ഒപ്പല്ല, അതിന്റെ മേലെയാണ്. ഉമ്മാനി ബാപ്പാനി നോക്കിയവന് പടച്ചോ. എന്താ കാരണങ്ങൾ? അത്ര പണിയേക്കാരൻ വെട്ടേറ്റ് മരിക്കാറഞ്ഞ ഒരു നിമിഷം കൊണ്ടാണ് മരിക്കുക. പക്ഷെ ഇതങ്ങനെയല്ല, അത് ജീവിക്കണം, നല്ല പ്രയാസം. അതുകൊണ്ട് ആ സ്വർഗം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ മാത്രല്ല, അവരെ നമ്മൾ അവഗണിക്കുമ്പോൾ ആ അവഗണന നമുക്ക് വാങ്ങിത്തരുന്ന കഠിനമായ ശിക്ഷയെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കണം. നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കെല്ലാവർക്കും ഏറെ സുപരിചിതമായ ഒരു ഹദീസ് ഉണ്ടല്ലോ അല്ലേ. മദീന പള്ളിയുടെ മിമ്പറിൽ 3 സ്റ്റെപ്പുള്ളേ. ആദ്യത്തെ സ്റ്റെപ്പ് കയറിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആമീൻ, പിന്നെ 2ാമത്തെ പടിയിലേക്ക് കയറി നിന്നിട്ട് ആമീൻ, പിന്നെ 3ാമത്തെ പടിയിലേക്ക് കയറി നിന്നിട്ട് ആമീൻ. പ്രാർത്ഥന ഒന്നും കേട്ടില്ല, ആമീൻ മാത്രമേ കേൾക്കുന്നുള്ളൂ. പ്രവാചകൻ മിമ്പറുമെന്ന് ഇറങ്ങിയപ്പോ സഹാബത്ത് സ്വാഭാവികമായി ചോദിച്ചു അവരെങ്ങനെയാണ്. ഓരോ കാര്യം അവർ ചോദിച്ചറിയും. അള്ളാഹുവിന്റെ റസൂലേ,
എന്തിനായിരുന്നു ഒരു ആമീൻ പറച്ചില്? പ്രാർത്ഥന ഒന്നും കേട്ടില്ലല്ലോ, വെറുതെ അങ്ങനെ ആമീൻ ആമീൻ, അത് എന്തായിരുന്നു? അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു 3 കാര്യങ്ങൾ. ഒന്നാമത്തെ സ്റ്റെപ്പിൽ നിന്നപ്പോൾ എൻ്റെ മുമ്പിൽ ജിബ്രീൽ വന്നു, ഇങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ഞാൻ രണ്ടാമത്തെ പടിയിൽ നിന്നപ്പോൾ എൻ്റെ അടുക്കൽ ജിബ്രീൽ വന്നിട്ട് പറയണേ, വമൻ അദ്റക വാലിദൈഹി, വമൻ അദ്റക വാലിദൈഹി, ഏതെങ്കിലും ഒരു മനുഷ്യന് ബാപ്പാനെയും ഇമ്മാനെയും കിട്ടി, ഔ അഹദുഹുമ, അല്ലെങ്കിൽ രണ്ടാളെ കിട്ടിയില്ല, ഒരാളെ കിട്ടിയ, ബാപ്പ നേരത്തെ മരിച്ചുപോയി അല്ലെങ്കിൽ ഉമ്മ നേരത്തെ മരിച്ചുപോയി, രണ്ടിൽ ഒരാളെ കിട്ടിയത്, എന്നിട്ടും ഓ നരകത്ത് പോയി. എന്നിട്ടും ഓ നരകത്ത് പോയി. ഓനെ പടച്ചോൻ കൈകാര്യം ചെയ്യട്ടെ എന്നാണ് ജിബ്രീൽ പ്രാർത്ഥിച്ചത്. അതിനാ ഞാൻ ആമീൻ പറഞ്ഞത്. കാരണം നരകത്തുനിന്ന് രക്ഷപ്പെടാൻ ഏറ്റവും നല്ല അവസരം ഓന് കിട്ടിയത്, സ്വർഗത്തിന്റെ താക്കോല കിട്ടിയത്. തുറന്നാ മതിയായി, പക്ഷെ തുറന്നില്ല. ആ താക്കോല് കീശിലിട്ട് അല്ലെങ്കിൽ ആ താക്കോല് വലിച്ചെറിഞ്ഞ് ഓൻ പാട്ടിന് പോയി. ഓന് പടച്ചോൻ വേണ്ടത് കൊടുക്കട്ടെ എന്നാ ജിബ്രീൽ പ്രാർത്ഥിച്ചത്. അതിനാണ് ആമീൻ പറഞ്ഞത്. അപ്പൊ അതിന്റെ ഗൗരവം നമ്മളുണ്ടല്ലോ, നമ്മളെ ഒരാളെ വീട്ടിലും ഒരു ഉമ്മയും ബാപ്പയും കഷ്ടപ്പെടാൻ പാടില്ല. നിങ്ങൾക്കറിയോ, ഒരു പെരയില് സമ്പൂർണ്ണ തൃപ്തിയോടുകൂടി ഒരു ബാപ്പയും ഉമ്മയും ജീവിക്കുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിന് എന്തൊക്കെ നന്മ ഉണ്ട് നിങ്ങൾക്കറിയോ? ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സമാധാനത്തിന് നിങ്ങൾക്കറിയോ? അതിൻ്റെ സന്തോഷം. നമ്മുടെ മക്കള്, പേരക്കുട്ടികൾ, വീട്ടിലേക്ക് വരുന്ന അതിഥികൾ, അയൽവാസികൾ, കുടുംബക്കാർ, ആ വീടിങ്ങനെ സന്തോഷത്തിൻ്റെ നിറഞ്ഞു നിൽക്കുന്ന ഒരു താവളവും. നേരെ മറിച്ച് നമ്മളെ പെരയിൽ ബാപ്പിയും മീ കഷ്ടപ്പെടുകയാണെങ്കിൽ കുടുംബക്കാർ വന്നു പോണത് പോലും നമ്മളെ ശപിച്ചുകൊണ്ടേക്കാറ്. എന്താ അല്ലേ, എന്തൊക്കെ ഉണ്ടായിട്ടല്ലേ, ആ ബാപ്പാന്റെ കോലം കണ്ടില്ലേ, ആ അമ്മ കടക്കണ കോലം കണ്ടില്ലേ, ശപിച്ചുകൊണ്ടായി ഇറങ്ങിപ്പോകും ആൾക്കാർ അല്ലേ. അതുകൊണ്ട് ആ കാര്യത്തില് അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കി. ഞാൻ ഈ ആയത്ത് മാത്രം വിശദീകരിക്കാനാണ് ഉദ്ദേശിച്ചത്. വലാത്ത കുല്ലഹുമാ ഉഫി, അവരോട് നിങ്ങൾ വെറുപ്പിന്റെ ഒരു ശബ്ദം ഉണ്ടാക്കരുത്. പിന്നെ വലാ തെൻഹർഹുമാ, കയർത്ത് സംസാരിക്കുക, ദേഷ്യപ്പെട്ട്. നമ്മൾ ചില മക്കളൊക്കെ സ്നേഹം കൊണ്ട് തന്നെ ഇക്കാരം നമ്മളെ ചെറിയ മക്കളെ ശാസിക്കുന്ന പോലെ നമ്മൾ ബാപ്പാനും ഇമ്മാനും ചീത്ത പറയും. അത് നമ്മൾക്ക് തെറ്റാൻ തോന്നുന്നില്ല. കാരണം എന്താണ്? അത് സ്നേഹം കൊണ്ടല്ലേ, സ്നേഹം കൊണ്ട് പറയല്ലേ. സ്നേഹം കൊണ്ടാണെങ്കിലും ആ പറയുന്നതിന് ഒരു രൂപമാറ്റം ഉണ്ടാവണം. എല്ലാരോടും പറയുന്ന പോലെ പറയും. നോക്കി, ഞാൻ നിങ്ങൾക്ക് ഒരു എന്താ പറയുക, അത്ഭുതകരമായ കാര്യം പഠിപ്പിച്ചു തരാം. ഇവിടെ ഈ ആയത്ത് അവസാനിക്കുന്നത് വഖുല്ലഹുമാ ഖൗലൻ കരീമ, വഖുല്ലഹുമാ, അവരോട് രണ്ടുപേരോടും നീ പറയേണ്ടത്, സംസാരിക്കേണ്ടത് ഖൗലൻ കരീമൻ, കരീമായ വാക്കുകളാണ്. എന്താ കരീം എന്ന് പറഞ്ഞാൽ? ഖൗലൻ കരീം എന്ന് പറഞ്ഞാൽ എന്താ? അവരോട് കരീമായ വാക്കുകളാണ് നീ പറയേണ്ടത്. കരീം എന്ന വാക്കിന് മാന്യമായ, ആർദ്രമായ, ദയവുള്ള, അങ്ങനെ പല പദങ്ങളുണ്ട്. അപ്പൊ അങ്ങനത്തെ വാക്കുകളെ നീ അവരോട്, അള്ളാഹു നോക്കിങ്ങള് സാധാരണഗതിയിൽ നീ അവരോട് ദേഷ്യപ്പെട്ട് സംസാരിക്കരുത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല, പിന്നെ എന്താണ് സംസാരിക്കേണ്ടതെന്ന് കൂടി പറയണേ. അപ്പൊ അതിന്റെ ഗൗരവം നോക്കണം നിങ്ങൾ. നമ്മൾ പറയാണ് ഈ വാപ്പാനോട് ഉമ്മാനോടൊക്കെ ദേഷ്യപ്പെട്ട് സംസാരിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞ് പോകല്ല, പിന്നെ എങ്ങനെ സംസാരിക്കേണ്ടേ അതുകൂടി നമുക്ക് സെലക്ഷൻ ഇല്ല. അതും കൂടി പടച്ചോൻ പറഞ്ഞുതരാ. ഖൗലൻ കരീമ. ഈ ഖൗലൻ കരീം എന്താന്നല്ലേ ചില സഹാബിമാർക്ക് സംശയം ഉണ്ടാവുന്നുണ്ട്. എന്താണ് ഈ ഖൗലൻ കരീം? സഈദ് ബിൻ മുസയ്യബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിക്കണേ, ഖുർആനിൽ ഉണ്ടല്ലോ മാതാപിതാക്കളോട് ഖൗലൻ കരീമൻ, കരീമായ വാക്കുകളെ പറയാവുന്നുണ്ടല്ലോ, എന്താണ് ഈ ഖൗലൻ കരീം എന്ന് ചോദിച്ചപ്പോ സഈദ് ബിൻ മുസയ്യബ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ ചുണ്ടിൽ നിന്ന് ഖുർആനും അതിന്റെ വിശദീകരണവും പഠിച്ച ആ സഈദ് ബിൻ മുസയ്യബ് റളിയല്ലാഹു അൻഹു പറയണേ, ലിസയ്യിദിൽ ഫളി ഖൗലുൽ അബ്ദിൽ മുദ്രി, വളരെ പരുക്കനായ, ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് മൂന്തക്ക് പേറിനെ പരുക്കനായ ഒരു യജമാനൻ. ആ യജമാനന്റെ മുമ്പിൽ ഒരു അടിമ പോയി നിൽക്കുക. എന്തിനാ നിൽക്കണറിയോ? ആ അടിമന്റെ അടുത്ത് ഒരു തെറ്റുപറ്റി. യജമാനൻ പറഞ്ഞ കാര്യം ചെയ്യുന്നിടത്ത് അടിമക്കൊരു തെറ്റുപറ്റിയിരിക്കണം. ആ തെറ്റിന് യജമാനനാവട്ടെ ഒന്നും പറ്റിയില്ലെങ്കിൽ തന്നെ മൂന്തം വന്ന് കൈയെടുക്കാത്ത ജാതി യജമാനനാ. ആ യജമാനന്റെ മുമ്പ് പോയിട്ട് എനിക്കൊരു തെറ്റുപറ്റിയിരിക്കണെന്ന് ആ അടിമ പറയണത് എങ്ങനെയാണ് മനസ്സുകൊണ്ട് ആലോചിക്കണം. എങ്ങനെയൊക്കെ അടിമ പറയാം? അടിമപ്പല്ല, നമുക്ക് അടിമനെ പറ്റി അറിയില്ല. നിങ്ങൾ അടിമ എന്ന് പറഞ്ഞാല് നാൽക്കാലികളുടെ സ്ഥാനം പോലും ഇല്ലാതെ യജമാനങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന മനുഷ്യരൂപങ്ങളെ അടിമ. ചവിട്ടും കുത്തും ഇടി എന്തും ചെയ്യാം. ഭക്ഷണം കൊടുത്തോ കൊടുത്തില്ല ആരും ചോദിക്കൂല. അതാണ് അടിമ.
ആ ഒരു അടിമന്റെ അടുത്ത് ഒരു തെറ്റ് പറ്റി. അടിമ തെറ്റ് പറയാൻ പോകുക ആരടുത്തരങ്ങള് ഈ ജാതി യജമാന്റെ അടുത്ത്. എങ്ങനെയൊക്കെ പറയാ? വിട്ടിങ്ങനെ നിന്നിട്ട് പതുക്കെ അങ്ങനെ പേടിച്ചിട്ട് ഇങ്ങനെ ആലല പോലെ വിറച്ചല്ല പറയാ. ആ രീതിക്കാണ് കൗലൻ കരീമ എന്ന് പറയാന്ന്. എന്തെങ്കിലും മനസ്സിലായത്? മാതാപിതാക്കളോടൊരു കാര്യം പറയുമ്പോഴേ വിട്ടുന്നിങ്ങനെ പറഞ്ഞോ, ഒരു വാക്ക് പാളി, ഒരക്ഷരം പാളി, ഒരു നോട്ടം പാളി, അതിൻ്റെ ബാപ്പാന്റെ അമ്മാന്റെ മനസ്സിൽ ഒരിത്തിരി മുറിവ് പോലും ഉണ്ടാവാത്ത വിധം. കാരണം ഇവിടെ ബാപ്പിമ്മയല്ല പറഞ്ഞ് നിങ്ങൾ ഇന്നെ നോക്കണം കേട്ടോ എന്ന് പറഞ്ഞേ ബാപ്പിമ്മയല്ല. അങ്ങനെയാണെങ്കിൽ ബാപ്പാനെയും മാനെയും പറ്റിച്ചാൻ എളുപ്പാ. നമ്മളെ നോക്കി ബാപ്പ ഞാൻ തിരക്കിലല്ലേ അതുകൊണ്ടാ വരാൻ കേട്ടോ നമുക്ക് പറയാം. പക്ഷെ ഇവിടെ ബാപ്പാനെയും മാനെയും നോക്കണം എന്ന് പറഞ്ഞേ പടച്ചോനാണ്. നോക്കിയിട്ടില്ലെങ്കിൽ അതിന്റെ അനന്തര നടപടികളും പടച്ചോന സ്വീകരിക്കണേ. അതുകൊണ്ട് ഈ ബാപ്പാന്റെയും ഉമ്മാന്റെയും മുപ്പിക്കും ഈ വിറണ്ടല്ലോ, അത് ബാപ്പാനെയും ഉമ്മാനെയും പേടിച്ചിട്ടല്ല. ഓല ദുർബലമായ കൈകള്, നരമ്പ് പിടച്ച കൈകൾ കൊണ്ട് നമ്മളെ ഒന്നും ചെയ്യാൻ ഓലെ കൊണ്ട് കഴിയില്ല. അഥവാ നമ്മളമ്മ ഒന്ന് കൊട്ടിയാൽ തന്നെ ഉമ്മാന്റെ കൈ വേദനിക്കല്ല, നമുക്കൊന്നും പറ്റൂല. പക്ഷേ ഇത് ചെയ്യാൻ പറഞ്ഞത് പടച്ചോനായതുകൊണ്ട് ആ പടച്ചോന്റെ മുമ്പിലാണ് നമ്മൾ വിറക്കണേ. അതുകൊണ്ട് മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ നമ്മൾ മുമ്പിൽ കാണേണ്ട പടച്ചോനെ. അതുകൊണ്ട് തന്നെ അവരോട് സംസാരിക്കുന്ന വാക്കുകൾ ഖൗലൻ കരീമൻ, നല്ല ആർദ്രമായ കനിവിൻ്റെ ദയയുടെ നല്ല വാക്കുകൾ മാത്രം സംസാരിക്കുക. നോക്കിട്ടോ, അവിടെയും നിർത്താതെ അല്ലാഹു തആല ശേഷം വീണ്ടും പറയണേ, വഹ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ. വഹ്ഫിദ് ലഹുമാ, അവർക്ക് രണ്ടുപേർക്കും നീ താഴ്ത്തി കൊടുക്കണം. ജനാഹ ദുല്ലി മിനർ റഹ്മ, കാരുണ്യം കൊണ്ടുള്ള ദയയുടെ ചിറകുകൾ. എങ്ങനെയാണ്? നിർബന്ധിതാവസ്ഥയിലല്ല, ആരേലും കാണിക്കാനോ ബോധ്യപ്പെടുത്താനോ അല്ല. കാരുണ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരാളോട് കരുണയോടുകൂടി പെരുമാറുക എന്ന അർത്ഥം എന്താ? ഒരാളെ കാണിക്കാൻ വേണ്ടിയല്ലല്ലോ, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന സാധന കാരുണ്യം. അപ്പൊ നമ്മുടെ മാതാപിതാക്കളോട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് വേറെ ഒരാളെ ബോധ്യപ്പെടുത്താനോ വേറൊരാളെ കാണിക്കാനോ ഒന്നുമല്ല, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന കാരുണ്യത്തിന്റെ ചിറക് അതിൽ അവരെങ്ങനെ ഒതുക്കി നിർത്തണം, ചേർത്ത്. അല്ലേ? ഈ കോഴികളൊക്കെ കുഞ്ഞുങ്ങളെ ചേർത്ത് നിങ്ങൾ ചൂരും നൽകാൻ, ശത്രുവിൽ നിന്ന് ആശ്വാസം നൽകാൻ, മനസ്സിന്റെ പേടി ഇല്ലാതാക്കാൻ നമ്മളെ വാപ്പാക്കും ഉമ്മാക്കും നമ്മൾ ഓല കൂടെ ഉണ്ട്. എന്തെന്നെ ആയാലും, ഓൽക്ക് പിരാന്തായാലും, ഓൽ എന്ത് രോഗമായാലും, ഓൽ എത്ര ഇടങ്ങേറായാലും വലിയ പ്രയാസ. അല്ലേ? ചില ആളുകളൊക്കെ ഈ വളരെ മാന്യമായിട്ട് ജീവിച്ച ആൾക്കാരുണ്ടാവുകയും, മാന്യം, അതായത് മക്കള് വരാന്തയിലുണ്ടെങ്കിൽ ഓല മുന്നിൽ കൂടെ ബാത്റൂമിക്ക് പോകാൻ മടിയുള്ള വാപ്പാരൊക്കെ, എൻ്റെ വാപ്പയൊക്കെ ആ കൂട്ടത്തിലേക്ക്. മക്കള് വരാന്തയിലുണ്ടെങ്കിൽ അതിൻ്റെ മുന്നിൽ കൂടെ പോകണം ബാത്റൂമിക്ക്, അത് പോകാൻ മടിയുള്ള വാപ്പ. ആ ബാപ്പ നാളെ വയറ്റിന്ന് പോയിട്ട് കിടക്കുമ്പോൾ ഈ മക്കള് പാത്രത്തിൽ വെള്ളം ഇട്ട് വരുമ്പോൾ ആ ബാപ്പാക്ക് ഉണ്ടാകുന്ന വേദന അത് മാറണമെങ്കിൽ മക്കൾ കുറച്ച് ഉയരണം. ഒരു ചെറിയ കുട്ടി വയറ്റിന്ന് പോകുമ്പോൾ ഒരു ഉമ്മ ആ കുട്ടിയെ എങ്ങനെയാണ് ആ ഉമ്മ കുട്ടിയെ പരിചരിക്കാറ്? എന്താണ് വാക്ക്? ദേഷ്യത്തിന്റെ വാക്കാ? വെറുപ്പിന്റെ വാക്കാ? അല്ലേ? കുട്ടീനെ ഇങ്ങനെ എടുത്ത് പൊന്തിക്കുമ്പോൾ, നമ്മളൊക്കെ എടുത്ത് പൊന്തിച്ചപ്പോഴേ വായിന്നിങ്ങനെ ആ കുറുകിയ തുപ്പലിങ്ങനെ താഴത്തേക്ക് ഉമ്മാന്റെ മൂന്നമ്മക്ക് വീണപ്പോഴേ ഇതിങ്ങനെ തോത്തിയിട്ട് ഉമ്മ ഇങ്ങനൊരു പേര് പറഞ്ഞു. എന്താ നിങ്ങള്? കുട്ടിന്റെ വായിന്ന് വലിക്കണം ഉമിനീരിന് ഉമ്മട്ട പേരെന്താ നിങ്ങള്? നിങ്ങൾക്ക് അറിയില്ലേ? തേന് എന്നാ പറഞ്ഞേ. ഓൻ്റെ വായിന്ന് തേൻ ഒലിക്കുന്നുണ്ട്. അതേ തേന് നാളെ 85 വയസ്സായ ബാപ്പാനെ താങ്ങി പിടിക്കുമ്പോഴേ വായിന്ന് ഇങ്ങനെ ഒഴിക്കുമ്പോഴേ അതിന്റെ ദുർഗന്ധോ അതിന്റെ കേടോ അല്ല, തേനായി തോന്നണം, തേനായി തോന്നണം. അതാണ് ആ പെരുമാറ്റത്തിന്റെ പ്രത്യേകത. അതാണ് വഹ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തിന്റെ ചിറകുകളാണ് നീ അവർക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. തീർന്നില്ല, വക്കുൽ, നീ പറയുകയും വേണം. നിന്റെ മനസ്സിലുണ്ടാവണം, ഞാൻ ഈ ചെയ്തതൊന്നും ഞാൻ ചെയ്യേണ്ടതിന് പകരമായിട്ടില്ല, എനിക്കതിന് പറ്റുന്നില്ല, അത് പൂർണ്ണമാക്കാൻ എൻ്റെ പ്രവർത്തനങ്ങളൊന്നും മതിയാവുന്നില്ല. അതുകൊണ്ട് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, പടച്ചോനെ എൻ്റെ ചെറുപ്പത്തിൽ ഇവർ എനിക്കും വേണ്ടി കഷ്ടപ്പെട്ട കഷ്ടപ്പാടുണ്ടല്ലോ, അതിന് പകരം ചെയ്യാൻ ഞാൻ ചെയ്തിട്ടാവണില്ല റബ്ബേ. അതുകൊണ്ട് എന്തൊക്കെ കുറവിൻ്റെ അടുത്തുണ്ടോ അതൊക്കെ പൂർത്തിയാക്കി ഇർഹംഹുമാ, അവരോട് നീ കരുണ കാണിക്കണേ റബ്ബേ, കമാ റബ്ബയാനി സഗീറ, ചെറുപ്പത്തിൽ അവരെന്നോട് കരുണ കാണിച്ചതുപോലെ.
അല്ലേ? ഇത് വല്ലാത്തൊരു ഭാഗട്ടോ. അതുകൊണ്ട് നമ്മുടെ ഒരു വീട്ടിലും വയസ്സായതോ അല്ലാത്തതോ ആയ മാതാപിതാക്കൾ ഉണ്ടെങ്കിലേ അതൊരു വല്ലാത്ത സൃഷ്ടിയാണെന്നല്ലേ. നമ്മൾ മുസ്ലിമാണെങ്കിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹിൽ വിശ്വാസമുള്ളവരാണെങ്കിൽ നമ്മുടെ മാതാപിതാക്കളെ കൊണ്ടു നടക്കേണ്ടത് ഒരു വല്ലാത്ത രൂപത്തിൽ തന്നെയാണ്. അത് നമ്മുടെ ഔദാര്യമല്ല. എപ്പോഴേലും ടൂർ പോകുമ്പോൾ കൂട്ടിക്കൊണ്ടുപോകെ, എപ്പോഴേലും ബിരിയാണി നമ്മൾ കുടുംബം പോയിട്ട് ബിരിയാണി കഴിക്കുമ്പോൾ അതിൽ ബാക്കിയുള്ളത് പാർസലാക്കാൻ പറഞ്ഞ് അത് ഉമ്മാക്ക് കൊണ്ടു കൊടുത്തുകാണ്ട് പിറ്റേന്ന് അങ്ങാടിക്ക് ഇറങ്ങി ഞാൻ നേരം അമ്മാക്ക് അന്തിക്ക് ബിരിയാണി വാങ്ങിക്കൊടുത്തു എന്നൊക്കെ വല്യത്താനം പറയുന്ന മക്കളൊക്കെ ഉണ്ടല്ലോ. ഒന്നും എവിടെ എത്തിയിട്ടില്ല അല്ലേ? അതുകൊണ്ട് ആ ഭാഗം ബാപ്പിമ്മി ഒരു അവഗണനയുടെ ഒരു വാക്കോ ഒരു നോട്ടോ നമ്മുടെ വാപ്പാക്കും ഉമ്മാക്കും ഉണ്ടാവരുത് കേട്ടോ. ആ കാര്യത്തിൽ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ബോധ്യപ്പെടുത്തിയ ഒരു പ്രധാനപ്പെട്ട സംഗതിയുണ്ട്. അതായത് മാതാപിതാക്കളെ നമ്മൾ അനുസരിക്കണം, അവരെ വേദനിപ്പിക്കരുത്, അവരെ കഷ്ടപ്പെടുത്തരുത്, അവരെ വെറുപ്പിക്കരുത് എന്നൊക്കെ പറയുന്നിടത്ത് അതിൻ്റെ കൂടെ അള്ളാഹു നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ശിർക്ക് ചെയ്യുന്ന കാര്യത്തിൽ, അള്ളാഹുവിന് എതിര് പ്രവർത്തിക്കുന്ന കാര്യത്തിൽ നിന്റെ മാതാപിതാക്കൾ നിന്നോട് വല്ലതും കൽപ്പിച്ചാൽ ഫലാ തുതിഉഹുമ, അതിൽ നീ അവരെ അനുസരിക്കേണ്ടതില്ല. പറയണടാ അജിന്നെ നാം അമ്പർത്തൊന്ന് കൊണ്ടുപോവോ, ഞാൻ എത്ര കാലം അമ്പർത്തൊന്ന് പോയിട്ട് ഞാൻ അവിടെ നിന്ന് പോയി വരട്ടെ, അതിന് വാപ്പങ്ങൾ എന്നെ വിളിക്കണ്ട, ഞാനത് ചെയ്യൂല, അതിന് ഞാൻ വരൂല. നിങ്ങൾക്ക് വേറെ എവിടെ പോകണ്ട, മക്കത്ത് പോകണോ, ഹജ്ജിന് പോകണോ, ഉംറക്ക് പോകണോ, ഞങ്ങളെ കൊണ്ടുപോകാം. ശിർക്കിന്റെ വിഷയത്തിൽ മാതാപിതാക്കളെ നീ അനുസരിക്കാൻ പാടില്ല. ഒരു ഉമ്മ ഒരു മകൻ ഉണ്ടായിരുന്നു. ആ മകൻ പിന്നെ നല്ല ഉമ്മയെ ഒരുപാട് സ്നേഹിച്ച മകനാണ്. സഅദ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആണ് നമ്മുടെ കഥാപാത്രം. ഈ സഅദ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഉമ്മാനെ ഒരുപാട് സ്നേഹിച്ച ഒരാളായിരുന്നു. അങ്ങനെ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ ഈ സഅദ് ബിൻ മാലിക്കിന്റെ ഉമ്മ പറഞ്ഞു, മോനെ, നമ്മുടെ പാരമ്പര്യമായ പൂർവ്വ പിതാക്കൾ ഉൾക്കൊണ്ട ആദർശത്തെ ഒഴിവാക്കി നീ മുഹമ്മദിന്റെ പുതിയ മതത്തിൽ ചേർന്നുല്ലേ, അതുകൊണ്ട് നീ അതൊന്ന് പുറത്തു വരണം. മകൻ പറഞ്ഞു, ഉമ്മ അത് സത്യമാണ്, എനിക്കത് മനസ്സിലായതാണ്, ഞാൻ വരില്ല. അവസാനം ഉമ്മ എന്താ പറഞ്ഞറിയോ, നോക്കിക്കോ, ഞാൻ ഇനി വെയിലത്ത് നിൽക്കും, ഈ വീടിന്റെ മുറ്റത്ത് പൊരി വെയിലത്താ നിൽക്കുക, ഒരു തുള്ളി വെള്ളം ഞാൻ കുടിക്കൂല, ഭക്ഷണം കഴിക്കൂല, ഞാൻ ഈ മുറ്റത്ത് മരിച്ചു വീണവരെ ഞാൻ ഈ നൃത്തം നിൽക്കും. ഒന്നുകിൽ ഞാൻ മരിക്കുക, അല്ലെങ്കിൽ ഇസ്ലാം മതം ഒഴിവാക്കുക, രണ്ടാലും ഒന്നാ നിർബന്ധമാണ്. എല്ലാവരും മകനെ കുറ്റപ്പെടുത്തി. നോക്കിയാ എൻ്റെ ഉമ്മ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് യാതൊരു ഇളക്കമല്ലേ. അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത്. ശിർക്കിൻ്റെ വിഷയത്തിൽ മാതാപിതാക്കൾ. അതിൽ ആ മകൻ വന്നിട്ട് ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ ഏത് കാര്യത്തിലും ഞങ്ങളെ കൂടെ ഉണ്ടാവും, ഞങ്ങളെ സ്നേഹിക്കുന്ന മകനാ, പക്ഷെ ഈ ഒരു കൽപ്പനക്ക് പേരിൽ നിങ്ങൾ വെയിൽ കൊണ്ടാൽ നിങ്ങൾ വെയിൽ കൊണ്ടുകൊണ്ടാണ് മരിക്കുക എന്നല്ലാതെ എൻ്റെ ആദർശത്തിൽ യാതൊരു മാറ്റം ഉണ്ടാവില്ല. നമ്മുടെ മക്കൾ പലപ്പോഴും മാതാപിതാക്കളെ അനുസരിക്കൽ ഈ വിഷയത്തിലാണ്. എനിക്ക് സ്ത്രീധനം വാങ്ങണ്ടെന്നൊക്കെ ഉണ്ടായിനി, പിന്നെ ബാപ്പി അമ്മമാർ നിർബന്ധിക്കുമ്പോൾ എങ്ങനെയാണ് വാങ്ങാതെക്കുക, ബാപ്പയൊക്കെ ഞമ്മക്കും വേണ്ടി കുറേ കഷ്ടപ്പെട്ടതല്ലേ, എന്തായാലേ കഷ്ടപ്പാടിന് നന്ദി അല്ലേ. തെറ്റായ ഒരു കാര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ തരങ്ങൾ, തെറ്റായ ഒരു കാര്യത്തിൽ, ഹറാമായ ഒരു വിഷയത്തിൽ ഒരു മഖ്ലൂഖിനെയും നമ്മൾ അനുസരിക്കാൻ പാടില്ല. അത് ബാപ്പയായാലും ഉമ്മയായാലും ആരായാലും. എന്നാൽ തെറ്റല്ലാത്ത കാര്യത്തിൽ, ഈ ദുന്യാവിന്റെ കാര്യത്തിൽ, നമ്മുടെ മാതാപിതാക്കൾ മുസ്ലിങ്ങളല്ലാന്ന് വെച്ചോളൂ. ചില ആൾക്കാർ ഭയങ്കര ആദർശമുള്ള ആൾക്കാർ, എൻ്റെ അമ്മയും ബാപ്പി എൻ്റെ ആദർശമല്ല, ഒരു ഖുറാഫാത്തിലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞാൻ ആ വീടിന്റെ പടി ചവിട്ടാറില്ല, ഞാൻ ബാപ്പാന്റെ അടുത്തേക്ക് പോകാറില്ല, അതൊന്നും ഇസ്ലാം അനുവദിക്കുന്നില്ല. മാതാപിതാക്കൾ നമ്മുടെ ദീനല്ലാന്ന് വിചാരിച്ചോ, അവർ വേറെ ചില മതത്തിലാണ് വിചാരിച്ചോ, എന്നാൽ പോലും അവരോടുള്ള കടമകൾ നമ്മൾ നിർവഹിക്കണം. ദുന്യാവിന്റെ കാര്യത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ നീ അവരോട് പെരുമാറണം. ഒരു സഹാബി വനിത പ്രവാചകന്റെ അടുത്ത് വന്ന് പറഞ്ഞു, എൻ്റെ അമ്മ എന്നെ കാണാൻ വന്നിട്ടുണ്ട്,
ഉമ്മ നമ്മുടെ ദീനിലല്ല, ഉമ്മ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ കൂടെയാണ്. ആ ഉമ്മാനോട് ഞാൻ എങ്ങനെ പെരുമാറേണ്ടത്? റസൂൽ പറഞ്ഞു, നിന്റെ ഉമ്മയല്ലേ, ഉമ്മയാണ്, നല്ല നിനക്ക് പെരുമാറണം. ആ ഉമ്മാക്ക് കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും വകവെച്ച് കൊടുക്കണം. ആ അമ്മാനെ നോക്കേണ്ട എല്ലാ കാര്യങ്ങളും നോക്കണം. അതിന് യാതൊരു മാറ്റമില്ല. അപ്പൊ ആദർശത്തിന്റെ പേരില്, മതത്തിന്റെ പേരില്, രാഷ്ട്രീയത്തിന്റെ പേരിലൊക്കെ മാതാപിതാക്കളെ അകറ്റി നിർത്താനൊന്നും ഒരു നിർവാഹമല്ല. ഹറാമായ കാര്യം പോലും ചെയ്യേണ്ടി വന്നാൽ അത് ഞാൻ ചെയ്യൂല, അത് മതപരമായിട്ട് നിഷിദ്ധമാണ് എന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അത് നമ്മുടെ ഒരു ബാധ്യത. മറ്റൊന്ന്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, മാതാപിതാക്കളോടുള്ള കടമ എന്ന് പറഞ്ഞാൽ അത് മരിച്ചാൽ പോലും തീരാത്തതാണ് എന്ന് കൂടി മനസ്സിലാക്കണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്ന് ചോദിക്കുന്നുണ്ട്, ജാഅഹു റജുലുൻ മിനൽ അൻസ്വാരി ഫഖാല യാ റസൂലല്ലാഹ് ഹൽ ബഖിയ അലയ്യ മിനൽ ബിർരി അബവൈ ഷൈഉൻ ബഅദ മൗതിഹിമാ അബറുഹുമാ ബിഹി. നബിയെ, എൻ്റെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയാൽ പിന്നെ അവർക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യാൻ ബാക്കിയുണ്ടോ? കാല, റസൂൽ പറഞ്ഞത് നാം, ഉണ്ട്. ഒന്ന്, 4 കാര്യങ്ങളാണ്. ഒന്ന് അസ്വലാത്തു അലൈഹിമാ, ബാപ്പയമ്മയെ മരിച്ചാൽ അവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുക. ചില വീട്ടിലൊന്നും സ്ത്രീകളെ നിസ്കരിക്കാൻ അയക്കൂല. അപ്പട്ടം കെട്ട് പൊട്ടി വിരിഞ്ഞു വരും ചില ഉസ്താദുമാരോ ശിങ്കിടികളോ. പിന്നെ ഒരു തിരക്കാണ്, സമയമല്ല, എടുക്കാൻ നേരേക്കുന്ന. എന്തായാലും വീട്ടിലെ സ്ത്രീകൾ നിസ്കരിക്കാൻ പാടില്ല എന്ന് അവർക്ക് ഭയങ്കര നിർബന്ധം. ഞാൻ അടുത്ത ദിവസം ഒരു മരണത്തിൽ സ്ത്രീകൾ ഒന്നുവെടുത്ത് വന്ന് നിസ്കരിക്കാൻ വേണ്ടി നിന്നപ്പോൾ ആകെ തിരക്കൂട്ടി ഒരാൾ. സമയമല്ല, അങ്ങട്ടായി ഇങ്ങട്ടായി. എന്നിട്ട് ആ മയ്യത്ത് പുറത്തേക്ക് എടുത്തു വെച്ചിട്ട് 1/2 മണിക്കൂർ 1 മണിക്കൂർ യാസീന് ഓതി ഇഷ്ടം പോലെ സമയമുണ്ട്. ഒന്നുവെടുത്ത് വന്ന സഹോദരിമാർക്ക് നിസ്കരിക്കാൻ സമയമല്ല. നിസ്കരിക്കാൻ ഒരു മരണപ്പെട്ടാൽ ആ മരണപ്പെട്ടവർക്ക് പള്ളിയിൽ നിസ്കരിക്കാൻ അവിടെ സൗകര്യം വേണം. പ്രവാചകൻ പള്ളിയിലല്ല, മയ്യത്ത് പൊതുസ്ഥലത്താണ് നിസ്കരിച്ചത്. നമ്മൾ എവിടെയാണ് നിസ്കരിക്കുന്നത് അവിടെ സൗകര്യം ചെയ്യണം. ഇനി അതല്ലെങ്കിലോ ആ വീട്ടിലുള്ള സ്ത്രീകൾക്ക് അവിടെ വെച്ച് നിസ്കരിക്കാൻ സൗകര്യം കൊടുക്കണം. കാരണം വാപ്പയമ്മ മരിച്ചാൽ ആ ബാപ്പാനോടോ ഉമ്മാനോടോ ജീവിച്ചിരിക്കുന്ന മക്കൾക്ക്, ആണുങ്ങൾക്ക് മാത്രമല്ല പറഞ്ഞേ, ജീവിച്ചിരിക്കുന്ന മക്കൾക്കുള്ള കടമയിൽപ്പെട്ടതാ ആ അമ്മാക്കും ബാപ്പാക്കും വേണ്ടി നിസ്കരിക്കാനില്ലേ. അപ്പൊ അവിടെ സ്ത്രീകൾ ഉണ്ടെങ്കിൽ ഒന്നുടുത്ത് വരാൻ പറയാം, നിസ്കരിക്കാൻ അറിയുന്ന ഒരാൾ ഇമാമ് നിൽക്കുക, പിന്നിൽ നിന്ന് മറ്റുള്ളവർ നിസ്കരിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുക. ഇതെന്താ, ഈ മരണ വീട്ടിൽ ചില ആൾക്കാർ വന്ന് സംഘടന ഉണ്ടാക്കാൻ നോക്കും. അപ്പൊ പിന്നെ മരണ വീടല്ലേ, ആരും മുണ്ടൂല, ആരും തർക്കിക്കൂല. ഇത് മുഖവിലക്കെടുത്ത ചില ആൾക്കാർ അവിടെ നന്നായിട്ട് ആഘോഷിക്കും ചെയ്യും. അപ്പൊ നിസ്കരിക്കാനുള്ള സൗകര്യം നമ്മുടെയൊക്കെ വീട്ടിൽ ആദ്യം നമ്മൾ മരിച്ചാലും നമ്മൾ വീട്ടുകാരോട് പറയണം, ഇവിടെ വീട്ടിൽ നിസ്കരിക്കാൻ സൗകര്യം കൊടുക്കണം കേട്ടോ. അത് തടയാൻ ആരെയും അനുവദിക്കരുത് കേട്ടോ. അത് നമ്മുടെ ഒരു അവകാശമാണ്, അത് കളയരുത്. അപ്പോൾ ഒന്ന് നിസ്കരിക്കാം. രണ്ടാമത്തെ എന്താ പറയുന്നത്, അവർക്ക് വേണ്ടി അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ, പഠിച്ചോനെ എൻ്റെ വാപ്പാക്കും ഉമ്മാക്കും പുറത്തു കൊടുക്കണേ, ഇസ്തിഗ്ഫാർ, പാപമോചനത്തിന് തേടുക. മൂന്നാമത്തേത്, അവർക്ക് അവരുടെ കരാറുകൾ, ബാപ്പിയമ്മയും ജീവിതകാലത്ത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പള്ളിക്കൊക്കെ 1000 രൂപ കൊടുക്കണം, അല്ലെങ്കിൽ ഓനൊരു വീട് വെച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കരാറുകൾ ജീവിതകാലത്ത് നമ്മുടെ ബാപ്പിയമ്മയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കി കൊടുക്കൽ നമ്മുടെ ബാധ്യത. കഴിയാത്തത് വല്ലതും ഉണ്ടെങ്കിൽ അത് പടച്ചോൻ്റെ അടുത്തേക്ക് വിട്ടേണ്ടി, നമ്മളെ കൊണ്ട് കഴിയുന്നതാണോ അത് പൂർത്തിയാക്കി കൊടുക്കുക. നാലാമത്തേത് വൈക്റാമു സ്വദീഖിഹിമാന്നാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ കൂട്ടുകാരെ കാണുമ്പോൾ നമ്മളൊന്ന് ആദരിക്കുക. നമ്മളെ വാപ്പാൻ്റെ ഇമ്മാൻ്റെയൊക്കെ പഴയ തുണക്കാരുണ്ടാവും അങ്ങാടി കൂടെയൊക്കെ, വയസ്സന്മാരേക്കാരാണ്. അപ്പോൾ ഇടയ്ക്ക് ബാപ്പുള്ള കാലത്ത് ഒരു വീട്ടിൽ വരാറുണ്ട്, ബാപ്പാനെയും കൂട്ടി ചായപ്പിടി കയറി ചായ കുടിക്കാറുണ്ട്, ബാപ്പിയോട് വർത്താനം പറഞ്ഞിരിക്കാറുണ്ട്, ഉമ്മാനെ കാണാൻ വരാറുണ്ട്, ഉമ്മ അങ്ങോട്ട് പോകാറുണ്ട്. ഒരു വരുമ്പോൾ ഉമ്മ അങ്ങനെ ചുറ്റിപ്പിടിച്ച് 10 50 ഒക്കെ കയ്യിൽ വെച്ച് കൊടുക്കാറുണ്ട്. അങ്ങനത്തെ ആൾക്കാരുണ്ടാവും കൂട്ടുകാർ. അവരെ നമ്മളും ബഹുമാനിക്കണം, നമ്മളും ആദരിക്കണം. ഒരു പരീക്ക് വരുമ്പോൾ ഓരെ ഇരുത്തി ഓർക്ക് വേണ്ട കാര്യമൊക്കെ. ഈ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ധനികനും നേതാവും പണ്ഡിതനൊക്കെയാണ് സഹാബികളുടെ കൂട്ടത്തിൽ. ഒരിക്കൽ അദ്ദേഹം എപ്പോഴും പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ നല്ല വസ്ത്രം, നല്ല തലപ്പാവൊക്കെ ധരിച്ച്, ഏറ്റവും നല്ല വാഹനം എന്ന് പറഞ്ഞാൽ അന്നത്തെ വാഹനം കഴുതി കുതിരയൊക്കെയാണ്, നല്ല കഴുതപ്പുറത്തൊക്കെ യാത്ര ചെയ്യാം, നല്ല ഉഷാറായിട്ട്. ചില ആൾക്കാർ അങ്ങനെയല്ല, എപ്പോഴും ഡീസൻ്റ് കാര്യം. അങ്ങനെ ഇദ്ദേഹം ഒരിക്കൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ബധു
ബദു എന്ന് പറഞ്ഞാരാണ്? ഒരു അയറാബി, കാട്ട്, അതായത് ഗ്രാമപ്രദേശത്ത് പാർക്കുന്ന മുഷിഞ്ഞ വസ്ത്രമൊക്കെ ധരിച്ച് ജീവിക്കുന്ന ആളുകളാണ്. ഈ അങ്ങനത്തെ ഒരാൾ ഇങ്ങനെ വരുന്നുണ്ട്. അയാളെ കണ്ടപ്പോൾ ഇബ്നു ഉമർ പെട്ടെന്ന് തൻ്റെ കഴുതപ്പുറത്ത് ഇറങ്ങിയിട്ട് അയാളെ കൊടുന്ന് അയാൾ ആ കതിര, നമ്മളൊക്കെ ഒരു ബെൻസ് കാറിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരു വയസ്സായ മുഷിഞ്ഞ ഒരാൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ നമ്മൾ ഇറങ്ങിയിട്ട് അയാളെ നമ്മളപ്പുറത്തെ സീറ്റിൽ ഇരുത്തിയാൽ അങ്ങനെ ഉണ്ടാവും. അതേപോലെ ഇദ്ദേഹത്തെ കഴുതപ്പുറത്ത് ഇരുത്തിയത് മാത്രമല്ല, ഇബ്നു ഉമർ ഇറങ്ങിയിട്ട് ആ കഴുതന്റെ കയറ് പിടിച്ച്, അങ്ങനെയാണല്ലോ വലിയ മുതലാളിമാർ വണ്ടിയിലിരിക്കുമ്പോൾ ഡ്രൈവർമാർ കൊണ്ടുപോകണമാർക്ക് ഈ കഴുതന്റെ കയറ് പിടിച്ച് ഡ്രൈവറായിട്ട് ഇങ്ങനെ നടക്കുക. മാത്രമല്ല തൻ്റെ തോളിൽ വില കൂടിയ ഒരു വിരിപ്പുണ്ടായിരുന്നു, അത് അയാൾക്ക് വിരിച്ചു കൊടുത്ത്, തൻ്റെ തലപ്പാവുണ്ട് വില മതിക്കാനാവാത്തതാ, അത് അദ്ദേഹത്തിൻ്റെ തലയിലും വെച്ചു കൊടുത്ത്. ആൾക്കാർ ഇങ്ങനെ നോക്കി ഇതെത്തപ്പത്. അയാൾ പോയപ്പോൾ ആൾക്കാർ പറഞ്ഞു ഒരു 2-3 ദീനാറോ ദിർഹമോ കൊടുത്താൽ തന്നെ അയാൾക്ക് മനസ്സ് നിറയില്ലേ, എന്നിട്ടും എന്തിനാ നിങ്ങൾ ഇത്രയും ചെയ്തു കൊടുത്തേ? അപ്പം അദ്ദേഹം പറയണേ, എൻ്റെ ബാപ്പാൻ്റെ പഴയ സുഹൃത്തേ, എൻ്റെ ബാപ്പാൻ്റെ പഴയ സുഹൃത്തേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിക്കണ്, ബാപ്പാൻ്റെ സുഹൃത്തുക്കളെ ആദരിക്കൽ അവരോടുള്ള കടമയുടെ ഭാഗമാണ്. നമ്മളൊക്കെ ബാപ്പാൻ്റെ സുഹൃത്തുക്കളുണ്ടാവുമല്ലോ, ഓരൊക്കെ കണ്ടെത്തി, ബാപ്പയ്ക്ക് ഇടയ്ക്ക് അങ്ങ് ദൂരത്തൊക്കെ പോയി കൂട്ടുകാരുണ്ടാവും, ഓരൊക്കെ കണ്ടെത്തി എന്താ മെച്ചെന്നറിയോ, ഓരോരുത്ത് പോയിരിക്കുമ്പോൾ അവർ ബാപ്പാനെ പറ്റി നല്ലത് പറയും, അവർ ബാപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മളെന്ന മക്കളായ നമ്മൾ അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യുകയാണെങ്കിൽ അവർക്ക് സ്നേഹിക്കാനും. ആ ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ വീട്ടിൽ എപ്പോഴേലൊക്കെ ഒരു ആടിനെ ഇറക്കുക, നമ്മളൊക്കെ കോഴിനെ ഇറക്കണ മാർക്കാണല്ലോ, അറബികൾ ആടിനെ ഇറക്കുക, 6, 7, 8 കിലോ ഒക്കെ ഉണ്ടാകുക ചെറിയ ആട്. അങ്ങനെ ആടിനെ അറുത്താൽ ആ ഇറച്ചിന്റെ ഒരു ഭാഗം ഖദീജ ബീവിന്റെ കൂട്ടുകാരെ വീട്ടിലെത്തിക്കും. ഒരു പൈസക്കാരാണോ പാവങ്ങളൊന്നുമല്ല, ഖദീജ ബീവിന്റെ കൂട്ടുകാരാണെങ്കിൽ അവിടെ എന്താ നിങ്ങൾ അത് ഈ ബന്ധം പുതുക്കല. പിന്നെ ഒന്നുകൂടി പറഞ്ഞു, വസിലത്തു റഹ്മില്ലത്തി ലാ റഹിമലക ഇല്ലാ മിൻ ഖബലിഹിമ, അതായത് ബാപ്പായിലൂടെ ഉമ്മയിലൂടെ മാത്രം നിലനിന്നിരുന്ന ചില കുടുംബ ബന്ധങ്ങൾ ഉണ്ടാവും. എങ്ങനെയാണ് ഓരോ നമ്മളുള്ള കുടുംബം എന്ന് ബാപ്പാക്ക് മാത്രമേ അറിയുള്ളൂ, ഉമ്മാക്ക് മാത്രമേ അറിയുള്ളൂ. അങ്ങനത്തെ ചില അപൂർവ കുടുംബം ഉണ്ടാവും. ആ കുടുംബങ്ങളെ വരെ നമ്മൾ ബാപ്പാൻ്റെ ഇമ്മാൻ്റെ മരണശേഷം നമ്മൾ കൊണ്ടെടുക്കുക, അങ്ങോട്ട് പോകണം. ബാപ്പ അവിടെ പോകലുണ്ടേനി, അവിടെ ബാപ്പാൻ്റെ ഏതോ മൂത്താപ്പാൻ്റെ കുട്ടികളോ ആരോ അവിടെ ഉണ്ട്, ബാപ്പ പണ്ട് പറഞ്ഞിനി, അവിടെ പോകണം. എന്നിട്ട് ചെല്ലണം, ഞാൻ മുണ്ടേരി ഉണ്ടായിന് അല്ലെങ്കിൽ ചുങ്കത്തുണ്ടായിന്, ഇന്ന ആളെ മകനാട്ടോ, ബാപ്പ ഇടക്കൂടെ വരാറില്ലേ, മുപ്പര മകൻ അല്ലോ, നല്ല മനസ്സിനെ ഇനി പടച്ചോൻ ഹൈറും ബർക്കത്തൊക്കെ കൊടുക്കട്ടെ, ആമീൻ. അതൊരു കിട്ടല അല്ലേ? അപ്പം ഇത്രയും കടമ ഒരു മരിച്ചാലും ഉണ്ടായിരിക്കേ, പിന്നെ ജീവിതകാലത്ത് അത് എത്രത്തോളം ഉണ്ടാവില്ലേ? അപ്പം ഞാൻ ഈ വിശുദ്ധ വലിയ വിഷയമാണ്, പറഞ്ഞാൽ അങ്ങനെ തീരാതെ പോകും. നമുക്ക് വെള്ളിയാഴ്ച കുത്തുബകളിലെ സമയം കുറവാണല്ലോ, എന്നിട്ട് തന്നെ വിഷയം സമയം ദീർഘിക്കുന്നുണ്ട്, കുട്ടികളുടെ സ്കൂളുകളിലൊക്കെ ചില പ്രയാസങ്ങളാവുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ, ഇത് തീരുന്നില്ല. പക്ഷെ ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. മക്കൾ മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട തീർത്താൽ തീരാത്ത കടമകളെപ്പറ്റി സംസാരിക്കുമ്പോൾ തന്നെ മക്കളുടെ ചില പ്രവർത്തനങ്ങളിൽ മാതാപിതാക്കൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പറയുമ്പോൾ തന്നെ അതിനൊരു മറുവശം കൂടിയുണ്ട്. അതായത് മാതാപിതാക്കളെ കൊണ്ട് വ്യസനിക്കുന്ന ചില മക്കളുണ്ട്. എൻ്റെ മാതാപിതാക്കളെ ഇത്തിരി പോലും വേദനിപ്പിക്കാതെ നോക്കണമെന്ന് തീരുമാനിച്ച പല മക്കളും കണ്ണീര് തുടച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട അവസ്ഥ വരാറുണ്ട്. മാതാപിതാക്കളുടെ ഭാഗത്തുണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണത്. മക്കൾക്കിടയിലെ വേർതിരിവ്, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വേറെ വേറെ കാണുക, ആൺമക്കളുടെ മക്കളെയും പെൺമക്കളുടെ മക്കളെയും വേർതിരിച്ച് കാണുക, തൻ്റെ മകളെയും തൻ്റെ മകൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന മരുമകളെയും 2 കണ്ണിൽ കാണുക. വീടുകളിൽ അസ്വസ്ഥത ഉണ്ടാക്കാൻ ഏറെ ഒന്നും വേണ്ട. അത് മാതാപിതാക്കൾ ശ്രദ്ധിക്കാൻ ഇൻഷാ അല്ലാഹ് ആ വിഷയത്തെ പറ്റി കൂടി പറയുമ്പോഴേ ഈ വിഷയം അതിൻ്റെ ഒരു തീരത്തേക്ക് എത്തുള്ളൂ. വിശാലമായതുകൊണ്ട് തന്നെ പറയാൻ സമയം വേണ്ടതുണ്ട്, പറയാനും കേൾക്കാനും ജീവിതത്തിൽ പകർത്താനുമൊക്കെ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളെ അള്ളാഹു കൽപ്പിച്ചതുപോലെ സന്തോഷത്തോടെ അവരെ നോക്കാൻ അള്ളാഹു നമുക്ക് ഈമാനും ഇഖ്ലാസും മനസ്സും ക്ഷമയും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മൾ നോക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ നമ്മളെക്കുറിച്ചൊരു പരാതിയുമില്ലാതെ നമ്മളോടുള്ള സ്നേഹം നിറഞ്ഞ മനസ്സുമായി റബ്ബിൻ്റെ മുമ്പിലേക്ക് യാത്രയാകുന്ന നല്ല മക്കളാവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും അള്ളാഹു അവസരം നൽകുമാറാവട്ടെ. വാക്കിലോ പ്രവൃത്തിയിലോ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ കാരുണ്യവാനായ റബ്ബ് നമുക്കതൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കുന്ന കടമകളിൽ എവിടെയെങ്കിലും നമ്മുടേതായ വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ കാരുണ്യവാനായ റബ്ബ് മാപ്പാക്കി തരുമാറാവട്ടെ.
ആ മാതാപിതാക്കളെ സന്തോഷം കൊണ്ട് ഹൃദയം നിറച്ച് റബ്ബിൻ്റെ മുമ്പിലേക്ക് യാത്രയാവുന്ന മാതാപിതാക്കളിൽ നമ്മുടെ മാതാപിതാക്കളെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ ചെറുപ്പത്തിൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് കരുണ കാണിച്ചതുപോലെ അവരോട് കരുണ കാണിക്കുവാൻ പടച്ച റബ്ബിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുന്ന നല്ല മക്കളാവാൻ അള്ളാഹു നമുക്ക് അവസരം നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവതി യാ ഖാദിയൽ ഹജാത്ത്. اللهم تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا اغفر لنا ولوالدينا اللهم ربنا اغفر لنا ولوالدينا اللهم ربنا اغفر لنا ولوالدينا اللهم رب ارحمهما كما ربياني صغيرا.